ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ നൂഡിൽസ് മസാല തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ്. കൂടെ തന്നെ അതുപോലെ നമുക്ക് വേണ്ടതാണ് ഒരു 3 വെളുത്തുള്ളി. അത്യാവശ്യം വലിയ വെളുത്തുള്ളിയിൽ ഒരു 3 വെളുത്തുള്ളി ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. എപ്പോഴും നമ്മൾ ഇതുപോലെ നൂഡിൽസ് മസാലയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ എടുത്ത് നിൽക്കും. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 വറ്റൽമുളകാണ്. വറ്റൽമുളക് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. വറ്റൽമുളകും ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഒരു സവാള ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ സവാള എടുക്കേണ്ട ആവശ്യമില്ല. മീഡിയം സൈസിലുള്ള ഒരേ ഒരു സവാള മതിയാവും. അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ സവാളയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ഹൈയിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്കിതെല്ലാം ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സവാള എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമില്ല. നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതിയാവും. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു തക്കാളിയുടെ പകുതി. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി കംപ്ലീറ്റ് ആയിട്ട് വേണ്ട, തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരേ ഒരു തക്കാളി എടുക്കാം. കൂടെ തന്നെ പിന്നെ വേണ്ടത് ഒരല്പം ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മളിതുപോലെ നൂഡിൽസ് തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും ക്യാപ്സിക്കം ചേർക്കുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മതി കേട്ടോ, ഒരുപാട് നമുക്ക് ആവശ്യമില്ല. ഇത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് ഇതിൻ്റെ കൂടെ ചേരുമ്പോഴാണ് ആ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് കുറച്ച് പച്ചപ്പട്ടാണിയും കൂടി. ഇത് ഫ്രോസൺ പട്ടാണിയാണ്. അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ വെള്ളത്തിലിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. അതെല്ലാം നമ്മുടെ കയ്യിൽ ഡ്രൈ ഗ്രീൻ പീസാണ് ഉള്ളതെങ്കിൽ അത് തലേ ദിവസമേ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുതിർത്തിട്ട് വേണം ചേർക്കാനായിട്ട്. എങ്കിലും കുറച്ചധികം സമയം എടുക്കുക അത് വെന്ത് കിട്ടാനായിട്ട്. പക്ഷേ ഇതാകുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു കാര്യമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഗ്രീൻ പീസ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കിത് സ്കിപ്പ് ചെയ്യാം. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാട് സമയം ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഞാനിപ്പോൾ ഹൈയിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പല രീതിയിലും നൂഡിൽസ് മസാല തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതിൻ്റെ ചേരുവകളുടെ വ്യത്യാസം അനുസരിച്ചിട്ട് പല ടേസ്റ്റിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലകളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ആവശ്യമായിട്ടുണ്ട്. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതിൻ്റെ പേരിലാണ് 2 ടീസ്പൂൺ ചേർക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരേ 1 ടീസ്പൂൺ മതിയാവും. കൂടെ തന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടിയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മസാലകളും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഫ്ലെയിം ഞാനിപ്പോൾ മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മസാലകളായിട്ട് ആകെ കൂടി ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം നമുക്ക് നൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന മസാല ചേർക്കണം എന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറച്ചതിന് ശേഷം മാത്രം നമുക്ക് നൂഡിൽസിൻ്റെ മസാല കൂടി ചേർക്കാം. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല, അതില്ലാതെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടതാണ് ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ ടൊമാറ്റോ സോസും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ പിൻഡ് കമൻ്റായിട്ട് കൊടുത്തിരിക്കാം. ടൊമാറ്റോ സോസ് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ചേർത്തേക്കണം. സോസും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടതാണ് 2 പാക്കറ്റ് നൂഡിൽസിന് ഒരു 1.25 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ വെള്ളം വെച്ച് കൊടുക്കുന്നത്.
ഇതുപോലെ ഈ ഒരളവിൽ ഒരുപാട് വെള്ളത്തിൻ്റെ അളവ് കൂട്ടേണ്ട ആവശ്യമില്ല. വെള്ളം ഒരുപാട് കൂടി പോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നന്നായിട്ട് നമ്മുടെ നൂഡിൽസ് എല്ലാം വെന്ത് കുഴഞ്ഞു പോകും. നമ്മൾ ഇതുവരെയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ്. നമ്മളിപ്പോൾ നൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന മസാല പാക്കറ്റ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മൾ വെച്ച് കൊടുത്ത വെള്ളമെല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് നൂഡിൽസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു 2 പീസ് അളവിലാണ് ഞാനിപ്പോൾ നൂഡിൽസ് ചേർത്ത് കൊടുക്കുന്നത്. നൂഡിൽസ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ഫ്ലെയിം ഹൈയിൽ വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി കുറച്ചിട്ട് വേണം വെക്കാനായിട്ട്. ഇതുപോലെ എല്ലാം ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഏകദേശം ഒരു 3-4 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അത്രയും സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം എല്ലാം വറ്റിയിട്ട് നമ്മുടെ നൂഡിൽസ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടാവും. ഇതിപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മളിതാ ഒഴിച്ചു കൊടുത്ത വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് ജ്യൂസി ആയിട്ടാണ് നമ്മുടെ ഈ നൂഡിൽസ് മസാല കിട്ടിയിട്ടുള്ളതെന്ന്. ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നാളെ 2 മണിക്ക് നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.